ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. മിറക്കിൾ മിറർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെർബൽ ഷാംപൂ ആണ്. ഇത് ഹെർബൽ ഷാംപൂ ആണ്, ഒരു കണ്ടീഷണറാണ്, ഒരു പാക്കാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഒരു 3 in 1 സംഭവമാണെന്ന് പറയാം. ഇതൊരു 100% നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള ഒരു പാക്കാണ്. ഇത് ഒരു തരത്തിൽ നമുക്ക് സ്കിന്നിനോ ഹെയറിനോ ഒന്നും ഒരു പ്രശ്നം ഇല്ലാത്തൊരു സംഭവമാണ്. ഇത് നമുക്ക് മുടി വളരാൻ സഹായിക്കും, നന്നായിട്ട് മുടി കണ്ടീഷൻ ചെയ്യും, താരൻ, മുടി കൊഴിച്ചിൽ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ മാറാൻ നല്ലതാണ്. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാരബിൻസോ സൾഫേറ്റ്സോ ഒന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിൽ കെമിക്കൽസ് കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലും താരനും ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ താരനൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് സ്കാൽപ്പ് നല്ല ക്ലീൻ ആവും. അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകളെന്നും ഇതെങ്ങനെ ചെയ്യുന്നതെന്നും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്. നമ്മുടെ മുടിയുടെ ഉള്ളും നീളവും അനുസരിച്ചിട്ട് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. തേങ്ങയിൽ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്. ഇത് നന്നായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും. മുടിയുടെ ഒരു മെയിൻ ഭാഗമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മുടി വേഗം നീളം വെക്കാനും, ഈ ചകിരി പോലെ മുടി വരില്ലേ, ഫ്രിസി ആയിട്ടിരിക്കില്ലേ, ഹെയർ കളർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റൈലിങ് ചെയ്യുമ്പോൾ, ഈ സ്ട്രെയിറ്റനിങ്, കേളിങ്, അങ്ങനെ ഹീറ്റ് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യുമ്പോഴും മുടി ഡാമേജ് ആവാറുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ഡാമേജ് കാരണം മുടി ചകിരി പോലെ ആവുകയാണെങ്കിൽ അത് മാറാൻ ഒക്കെ മുടി നല്ല സോഫ്റ്റായിട്ട് മാനേജബിൾ ആവാൻ, ജടക്കൊക്കെ പോകാനായിട്ടും മുടി വേഗം നീളം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മൾ ഹെയർ പാക്സിലൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ കണ്ടീഷണറിൻ്റെയും എഫക്റ്റ് ചെയ്യുന്നൊരു ഹെർബൽ ഷാംപൂ ആണെന്ന്. അപ്പോൾ അതിന് തേങ്ങ നമുക്ക് വേണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഇതിടാം. അതിനൊപ്പം നമുക്ക് 2 ചേരുവയും കൂടെ ചേർക്കണം. 2 ചേരുവയിൽ ആദ്യത്തേത് ഉലുവയാണ്. ഉലുവ നമുക്ക് അറിയാലോ, ഇത് നമ്മുടെ മുടിക്ക് വളരെ വളരെ നല്ലതാണ്. ഇത് മുടി നന്നായിട്ട് തഴച്ച് വളരാൻ സഹായിക്കും. കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയത് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നം നന്നായിട്ട് ഒഴിവാക്കാനൊക്കെ നല്ലതാണ്. ഇപ്പം ഉലുവ അരച്ചിട്ടുള്ളൊരു പാക്ക് ഇടുകയാണെങ്കിൽ മുടി കഴുകി കഴിയുമ്പോഴത്തേക്ക് നല്ല ബൗൺസ് ആയിട്ട് നല്ല ഉള്ളു തോന്നിക്കും. ഉള്ളതിനേക്കാൾ ഡബിൾ ഉള്ളു തോന്നിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഉലുവ ബെസ്റ്റാണ് മുടിക്ക്. അതുപോലെ മുടി നന്നായിട്ട് ഒരു ഫൈനായിട്ടുള്ള മുടിയൊക്കെ നന്നായിട്ട് ഒരു സ്ട്രെങ്ത് അതിന് കൊടുക്കും. അപ്പോൾ ഒരു റെഗുലർ ബേസിസിൽ നമ്മൾ ഉലുവ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അത് എണ്ണയുടെ കൂടെ ആണെങ്കിലും പാക്കിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോൾ ഈ ഷാംപൂവിൻ്റെ കൂടെ ആണെങ്കിലും യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉലുവ വേണം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് റീറ്റ അഥവാ സോപ്പ് നട്ട്സ് എന്ന് പറയും. ഇത് പണ്ട് കാലം തൊട്ട് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് തല കഴുകാനും ചിലർ ഈ തുണി കഴുകാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡിറ്റർജൻറ്റ് പോലെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് പതഞ്ഞ് ഒരു അഴുക്കൊക്കെ കളയാൻ നാച്ചുറലി ഒരു പതയുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ഷാംപൂ ഒക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ലാദർ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഈ സോപ്പ് നട്ട്സും ഇതുപോലെ നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതിഞ്ഞ് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഒരു നാച്ചുറൽ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഈ റീറ്റ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങാടിക്കടയിൽ നോക്കുകയാണെങ്കിൽ അവിടെ കിട്ടും ഇത്. അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ കുറേ സ്റ്റോഴ്സിൽ ഇത് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ വാങ്ങിക്കാനുള്ള ലിങ്ക്സ് ഞാൻ നോക്കിയിട്ട് ഞാൻ എന്താണ് വാങ്ങിക്കുന്നത് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടോക്ക്. ഞാൻ മേടിക്കുന്ന ആമസോണിൽ നിന്നാണ്. അത് കുരു ഇല്ലാത്ത റീറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ കുരു ഇല്ലാത്തത് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പകുതി പണി കുറവായിരിക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റീറ്റ എടുത്തിട്ട് അത് തല്ലി പൊട്ടിച്ച് അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുരു കളഞ്ഞിട്ടുള്ള റീറ്റ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആമസോണിൽ നിന്ന് അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അപ്പം ഇതാണ് നമുക്ക് വേണ്ടത്. ഇത്ര 3 നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ റീറ്റ ഒരു 7-8 എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളത്തിനകത്തൊരു അത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഒരു പാത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉലുവയും റീറ്റയും അടച്ചു വെക്കുക. ഒരു 8 മണിക്കൂർ വെക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് കുതിർന്ന് കയറും. നമ്മുടെ ഉലുവ നന്നായിട്ട് കുതിർന്ന് കയറും, റീറ്റയും നന്നായിട്ട് കുതിർന്ന് കയറും. റീറ്റ നന്നായിട്ട് കുതിർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ പത നല്ല രീതിയിൽ നമുക്ക് ഫോം ആവും. സോ അതുകൊണ്ട് നമുക്ക് മുടി കഴുകാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 8 മണിക്കൂർ ഇത് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കണം. കുതിർത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തേങ്ങ ഇട്ടല്ലോ, ആ ജാറിലേക്ക് ഈ പറഞ്ഞ റീറ്റയും ഉലുവയും ഇട്ട് കൊടുക്കുക. ഇത് 3 കൂടെ നമ്മുടെ കയ്യിലുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് ആ പത പോലെ വെള്ള പത പോലെ കിട്ടും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക.
അരച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ആ കൊന്തൊക്കെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അരച്ചെടുത്തിട്ട് ഇത് അരിച്ച് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തലയിൽ ഇത് ഡയറക്റ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കഴുകി മാറ്റാൻ വേണ്ടി ഡബിൾ പണിയാവും. സോ അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് സമയം എടുത്ത് ഇത് അരിച്ച് അതിൻ്റെ കൊന്ത് മൊത്തം സെപ്പറേറ്റ് ചെയ്യുക. കൊന്ത് മാറ്റാൻ ബാക്കിയുള്ള പതയുണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത്. ഇത് സൂപ്പറാണ്, നമ്മുടെ മുടി ക്ലീൻ ആക്കാൻ ബെസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട, ഇത് മതി. ഇപ്പം നമുക്ക് മുടി ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വെച്ചിട്ട് ഒരു പരിധി വരെ നമ്മുടെ ആ തലയിലെ എണ്ണമയം കളയാൻ പറ്റും. പക്ഷെ ഭയങ്കര ഹെവി ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെയാണ് കേട്ടോ. അത്രയും വലിയ ലാദറിങ് ഒന്നും ഇതിനില്ല. പക്ഷെ നാച്ചുറലി ഒരു ഡീസൻറ്റ് ലെവലിലേക്ക് കുറച്ചൊക്കെ നമ്മൾ ഓയിൽ ചെയ്തിട്ട് ഇപ്പം ഞാൻ മുടി ഓയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ഓയിലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണമയം മാറ്റാനൊക്കെ ഇത് നല്ലതാണ്. സോ ഇത് നന്നായിട്ട് തല നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുക. പ്ലെയിൻ വാട്ടറിൽ മുടി ഒന്ന് നനയ്ക്കണം. നനച്ച ശേഷം ഈ പറഞ്ഞ ഷാമ്പൂ വെച്ചിട്ട് തലയിലെല്ലാം തേച്ച് പിടിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുത്ത സാദാ വെള്ളത്തിൽ കഴുകുക. വേറെ ഏത് ഷാമ്പൂവും സോപ്പും പോലെ തന്നെ ഇത് കണ്ണിൽ പെടാതെ നോക്കണം. ഇതിനകത്ത് റീത്ത നമുക്ക് കണ്ണിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണിൽ ആ പത ചെന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നീറും, കണ്ണ് ചുമക്കുകയൊക്കെ ചെയ്യും. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഷാമ്പൂവും സോപ്പും അല്ലെങ്കിലും കണ്ണിൽ പെടാൻ പാടില്ല. സോ അതൊന്നും മറക്കരുത്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ നാച്ചുറലായിട്ടുള്ള സൾഫേറ്റ്, പാരബിൻസ് അങ്ങനെ ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇല്ലാതെ നാച്ചുറലായിട്ട് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ലാത്തറിങ് ആയിട്ടുള്ള ഷാമ്പൂ ആണ്. ഒപ്പം ഇതൊരു കണ്ടീഷണർ, ഹെയർ ഗ്രോത്ത് പാക്ക് എല്ലാത്തിൻ്റെയും ഗുണം ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്നുള്ളത് അറിയിക്കുക. പിന്നെ ഇട്ട് അരയ്ക്കുമ്പോഴുണ്ടല്ലോ അതിന് ആ റീത്തയുടെ കുരു ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് വേണം ഇട്ട് അരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് മിക്സിക്ക് പണിയാവും. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്നത് ഞാൻ കാരണം ഉത്തരവാദിയല്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റീറ്റയ്ക്കകത്തൊരു കുരുണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ടേ അരയ്ക്കാവുള്ളൂ കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.